ഓം ശാന്തി. അറിവ് സമയത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. എല്ലാ സമയത്തും എല്ലാ അറിവും എല്ലാവരുടെ മുന്നിലും പറയാൻ പോയാൽ പലപ്പോഴും നമ്മുടെ അറിവ് തന്നെ നമുക്ക് ഏറ്റവും വലിയ ശാപമായിട്ടും മാറാറുണ്ട്. അതുകൊണ്ട് ഏത് സമയത്ത് എന്ത് ഉപയോഗിക്കണം എന്ന വിവേകം, അത് ജ്ഞാനം അറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ, ജ്ഞാനിയാവണം. അപ്പോഴേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കളരിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ കളരിയിലെ വിദ്യകൾ പഠിപ്പിക്കും മുന്നേ നല്ല ക്ഷമാശീലരായിരിക്കാനാണ് ആദ്യത്തെ പാഠം കൊടുക്കുക. ക്ഷമയുള്ളവർക്ക് മാത്രമാണ് കളരിയിലത്തെ വിദ്യകളെല്ലാം പകർന്നു കൊടുക്കുള്ളൂ പോലും. അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യലായിരിക്കുന്ന കലകൾ കൊണ്ട് ക്രോധത്തിനടിമയായി ആരോടെങ്കിലും കുറച്ച് മോശമായ ദേഷ്യം വന്നവരത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പലരുടെ പ്രാണൻ പോലും പോയേക്കും. അതുകൊണ്ട് ഏത് അളവിൽ ഏത് സമയത്ത് ഏത് ജ്ഞാനം ഉപയോഗിക്കണം എന്നുള്ള അറിവ് കൂടി അത്യാവശ്യമാണ്. ഞാനൊരു കൊച്ചു കഥ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു പണ്ഡിത ശ്രേഷ്ഠനായിരിക്കുന്ന ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനും കൂടി അത് കാട്ടിലൂടെ നടന്ന് മറ്റൊരു ഗ്രാമത്തിൽ സത്സംഗം നടത്താൻ വേണ്ടി പോവുകയാണ്. ഒരു വൈകുന്നേര സമയമാവാനായിപ്പോയി നടന്ന് പെട്ടെന്ന് ഒരു കൊള്ളക്കാരുടെ കൂട്ടം അവരെ വളഞ്ഞു. അവരോട് പറയുകയാണ്, വേഗം കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നേക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ വളരെ സങ്കടത്തോടെ പറയും, എൻ്റെ കയ്യിലൊന്നുമില്ല, നോക്കൂ, ഞങ്ങളെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോളൂ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, സാധനങ്ങളൊന്നും തരാനില്ല, ഞങ്ങൾ വിദ്യ പകർന്നു കൊടുക്കുന്ന ബ്രാഹ്മണന്മാരാണ്, ഞങ്ങളെ ഇങ്ങനെയൊന്നും ഉപദ്രവിക്കരുത് എന്നൊക്കെ ഈ ബ്രാഹ്മണൻ പറയും. ഇതൊന്നും കേൾക്കാനായിട്ട് കൊള്ളക്കാരൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ബ്രാഹ്മണനെ പിടിച്ചു കെട്ടിയിട്ട് ശിഷ്യനോട് പറയുകയാണ്, ഇപ്പോഴല്ലേ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുള്ളൂ, എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും നിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ധനം ഉണ്ടെന്ന് എനിക്കറിയാം, നീ വേഗം പോയിട്ട് 1000 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്ന് തന്നു, അല്ല എങ്കിൽ നിൻ്റെ ഗുരുവിനെ ഞങ്ങളിപ്പോൾ വധിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് നിർബന്ധിതനായിട്ട് ശിഷ്യനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് തിരിച്ച്. അപ്പോൾ പോകുമ്പോൾ പറയും, ഒരു ദിവസം മുഴുവൻ നടന്നിട്ടാണ് ഞങ്ങളിങ്ങ് എത്തിയത്, ഈ രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ട് വേണ്ടി എനിക്ക് അവിടെ എത്താൻ, അതും കൊണ്ട് വരുമ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ആവും, അതുവരെ എൻ്റെ ഗുരുവിന് നിങ്ങളൊന്നും ചെയ്യരുത്, ഞാൻ പോയി സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ശിഷ്യൻ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ പറയും, ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന വേലത്തരങ്ങളും ഞങ്ങളെടുത്ത് എടുക്കരുത്, അഥവാ നിങ്ങളങ്ങനെ വല്ലതും ചെയ്താൽ നിങ്ങളുടെ ഗുരുവിൻ്റെ പ്രാണൻ അപകടത്തിലാവും എന്ന് ഓർമ്മയുണ്ടാവണമെന്ന് പറയും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ ഗുരുവിൻ്റെ ചെവിയിൽ വന്ന് പറയുകയാണ്, ഞാൻ ഉറപ്പായിട്ടും അങ്ങയെ രക്ഷിക്കാൻ വേണ്ടി വരും, ഒരു കാരണവശാലും അങ്ങ് വേദർഭ മന്ത്രം മാത്രം ഇവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഗുരുവിൻ്റെ ചെവിയിൽ അവൻ മന്ത്രിക്കുന്നത് കാണുമ്പോൾ പുതിയ പുതിയ വേല ഇറക്കാതെ പോകാൻ നോക്കുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവനെ പറഞ്ഞയച്ചു. അങ്ങനെ ഈ ആനന്ദൻ എന്ന് പേരുള്ളതായിട്ടുള്ള ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ധനം എടുക്കാനായിട്ട്. രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആവാനായിപ്പോയി. തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊള്ളക്കാരെല്ലാവരും കൂടി ഇങ്ങനെ തീ കൂട്ടി അതിൻ്റെ മരുന്ന് കായുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ വിചാരിച്ചു, ഈ തീ കായാനുള്ളതായിട്ടൊരു ഭാഗ്യം എനിക്കും കൂടെ കിട്ടിങ്ങെ ഈ കയ്യും കാലൊക്കെ ഒന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ തണുത്ത് വെറുങ്ങലിച്ച് എനിക്ക് മരിക്കുന്നു തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോവുകയാണ്. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ഇന്നാണല്ലോ വേദർഭ മന്ത്രം ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള ദിവസം, പൗർണമിയാണ്, ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇവർക്കാവശ്യം ധനമല്ലേ, ധനം കൊടുത്താൽ എന്നെ അവർ വെറുതെ വിട്ടോളുമല്ലോ, ഇവരെടുത്ത് ഈ മന്ത്രം പറഞ്ഞിപ്പോൾ ധനം കൊടുക്കാൻ പറ്റിയാലേ എന്നെ രക്ഷപ്പെടുത്തുമല്ലോ, അവൻ വരുമ്പോഴേക്കും ഒരു പക്ഷേ തണുത്ത് വിറങ്ങലിച്ച് എൻ്റെ പ്രാണൻ പോയേക്കും. ഇങ്ങനെ പലവിധ ചിന്തകൾ മനസ്സിൽ വന്നു. അപ്പോഴൊക്കെ ശിഷ്യൻ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, എന്തു തന്നെ പറഞ്ഞാലും അങ്ങ് വേദർഭ മന്ത്രം പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഓർമ്മിക്കുമ്പോൾ പിന്നെയും മിണ്ടാതെ നിൽക്കും, പിന്നെയും തണുത്ത് വിറങ്ങലിക്കുമ്പോൾ പിന്നെയും ഓർമ്മിക്കും. അങ്ങനെ അവസാനം ഈ കൊള്ളത്തലവനെ വിളിച്ച് പറയും, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ കാര്യം ചോദിക്കും അവൻ വന്ന്. ഞാൻ അങ്ങക്ക് ഇഷ്ടം പോലെ രത്നങ്ങളും ധനങ്ങളും തന്നു കഴിഞ്ഞാൽ എന്നെ ഇപ്പം വെറുതെ വിടുമോ എന്ന് ചോദിക്കും. പരിഹസിച്ച് ചിരിച്ചിട്ട് പറയും, നിൻ്റെ മേൽ മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചതാ, ഒന്നും കിട്ടാനില്ല, നീ വേലത്തരൊന്നും ഇറക്കണ്ട, അവിടെ അനങ്ങാതെ നിന്നോ, അല്ലെങ്കിൽ നിൻ്റെ പ്രാണൻ ഞങ്ങൾ എടുക്കുമെന്ന് പറയും. അപ്പോൾ പേടിച്ച് കുറച്ച് നേരം മിണ്ടാതെ നിൽക്കും. വീണ്ടും വിളിച്ച് പറയും, അങ്ങനെയല്ല, എനിക്കൊരു കാര്യം അറിയാം, അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ധനം തരാൻ സമയം കടന്നു പോയാൽ പറ്റില്ല, ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യും കാലമൊക്കെ അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ധനം കൊണ്ടുവരാനൊരു മന്ത്രം അറിയാം, അതിലൂടെ ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് രത്നങ്ങളും ധാന്യങ്ങളും ഒക്കെ തരാം, എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഇവർ ഒരു മനസ്സില്ലാ മനസ്സോടെ, എന്തായാലും നമ്മൾ ഇത്ര പേരുണ്ടല്ലോ, ഇവനോട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാലമൊക്കെ കെട്ടഴിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഈ മന്ത്രമൊക്കെ ചെയ്യണമെങ്കിൽ, ഒരു പൂജയാണ്, അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധനം എനിക്ക് തരാൻ സാധിക്കുമെന്ന് പറയും. അങ്ങനെ കൊള്ളക്കാരുടെ നോട്ടത്തിൽ അടുത്തുള്ളതായിട്ടുള്ളൊരു പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. അയാൾ വന്നു, റെഡിയായി, പൂജയൊക്കെ ചെയ്ത് ആ പൂജ അവസാനിക്കുന്നതും ആ രത്നങ്ങൾ മഴ പെയ്ക്കുന്നതായിട്ടുള്ള മുഹൂർത്തം വന്നു. അയാൾ വേദർഭ മന്ത്രം ഉച്ചരിച്ചു, രത്നങ്ങളുടെ ഒരു മഴ പെയ്തു. ഈ കൊള്ളത്തലവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. ഇഷ്ടം പോലെ ഒരു എണ്ണം പോലും നഷ്ടമാവാതെ എല്ലാ മഴയിൽ പെയ്ത രത്നങ്ങളും അദ്ദേഹം പെറുക്കി ചാക്കിലാക്കി എടുത്തു വെച്ചു.
അത് എടുത്ത് അവസാനത്തിൽ കൂട്ടിക്കെട്ടുന്ന സമയത്ത് ഇവരെക്കാൾ ശക്തരായ വേറെ ഒരു കൊള്ളക്കാരുടെ സംഘം അവിടെ വരികയാണ്. എന്നിട്ട് ഇവരെ ചുറ്റും വന്ന് വളഞ്ഞു പറയും, ഇനി നിങ്ങളുടെ കയ്യിലതൊക്കെ ഞങ്ങൾക്ക് വേണം, തന്നില്ല എങ്കിൽ നിങ്ങളെ കൊന്നുകളയെന്ന് പറയും. രണ്ടു കൂട്ടരും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കും. അപ്പോൾ ഈ ബ്രാഹ്മണനെ ഇവർ പിടിച്ച് കെട്ടിയിട്ടേക്കും വീണ്ടും മരത്തിൽ, അവൻ ഓടിപ്പോയാലോ എന്ന് കരുതി. അങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് അവസാനം ഇയാളെ ആദ്യം പിടിച്ച് കെട്ടിയിട്ടതായിട്ടുള്ള കൊള്ളക്കാരനും അയാളുടെ കൂടെ ഉള്ളതായിട്ടുള്ള ഒരു 10 ആളും, ഇനി ആളുകൾ വധിക്കപ്പെടും എന്ന അവസ്ഥ വന്നപ്പോൾ ആദ്യത്തെ കൊള്ളത്തലവൻ വിളിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഈ രത്നങ്ങളല്ലേ വേണ്ടതുള്ളൂ, ഈ രത്നങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണനെ കൊണ്ടുപോയിക്കോ, അതുപോലെ സ്ഥിരമായ മഴ നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്കിത് മതി ധനം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് നിർത്താൻ വേണ്ടി ആജ്ഞാപിക്കും ആ വന്ന കൊള്ളത്തലവൻ. പക്ഷേ അയാൾക്ക് വിശ്വസിക്കാനായില്ല. അയാൾ പറയും, നീ നിൻ്റെ മന്ത്രം ചൊല്ല്, മഴ പെയ്ക്ക് രത്നത്തിൻ്റെ എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, അയ്യോ അതിന് സാധ്യമാവില്ല, എനിക്കാവില്ല എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, വെറും കള്ളത്തരം പറയുകയാണ്, ഇവൻ ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് മഴ പെയ്യിപ്പിച്ചത്, അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയാൽ മതി, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഇത്രയല്ല ഇതിൽ ഇരട്ടി എത്രയോ മഴ വേണേ ഇവൻ പെയ്യിപ്പിക്കുന്നു പറയുകയാണ്. അവസാനം ആ കൊള്ളത്തലവൻ ആദ്യത്തെ കൊള്ളത്തലവൻ്റെ വാക്കിൽ വിശ്വസിച്ച് ഈ ബ്രാഹ്മണനെ പിടിച്ചു കെട്ടി കുതിരപ്പുറത്തിരുത്തി അവരുടെ താവളത്തിലേക്ക് പോവുകയാണ്. അവരുടെ താവളത്തിലെത്തിയ ശേഷം പറയും, നീ മഴ പെയ്യിപ്പിക്കേ. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയും, സത്യമായിട്ടും ഞാൻ പറയുന്നത് മാനിക്കണം, അടുത്ത വർഷം ഇതേ മുഹൂർത്തം വന്നാൽ മാത്രമാണ് എനിക്ക് മഴ പെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുക, അല്ലാതെ എനിക്ക് സാധ്യമല്ല, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം, വെറുതെ വിട്ടേക്കണം, എനിക്കാവില്ല, ഞാൻ അവർക്ക് വേണ്ടത്ര കൊടുത്തിട്ടുണ്ട് രത്നം, നിങ്ങൾ അവരെടുത്തുനിന്ന് എടുത്തോളൂ, പക്ഷേ എനിക്ക് ഇനി മഴ പെയ്യിപ്പിക്കാനാവില്ല എന്ന് പറയും. അപ്പോൾ 2 ഇടി വെച്ച് കൊടുക്കും. എന്ത് പറയും, ഇപ്പോൾ നിനക്ക് മഴ പെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന്. അങ്ങനെ പലതവണ ഓരോരുത്തരായി മാറി മാറി ഇടിച്ച് അവസാനം എനിക്കാവില്ല, അത് സത്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാനം കൊള്ളത്തലവന് ദേഷ്യം വന്ന ഒരൊറ്റ ഇടി, അതോടുകൂടി ആ ബ്രാഹ്മണൻ ഈശ്വരന് പ്രിയപ്പെട്ടവനായി മാറി തൻ്റെ ദേഹം വിട്ട് പറന്നുപോയി. ആ ബ്രാഹ്മണനെ കൊന്ന ശേഷം തിരിച്ചു വീണ്ടും ഞങ്ങളെ പറ്റിച്ചു നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെടുത്ത് വന്ന് യുദ്ധം നടക്കുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ആ കൊള്ളക്കാർ ഓൾമോസ്റ്റ് ആളുകളും മരിച്ചു, ഈ കൊള്ളക്കാരിലെ ആളുകളും മരിച്ചു, വെറും 2 കൊള്ളത്തലവന്മാർ മാത്രം അവിടെ അവശേഷിച്ചു. അപ്പോൾ കൊള്ളത്തലവന്മാർ മാത്രം അവശേഷിച്ചു വന്ന സമയത്ത് ഓർമ്മിക്കുകയാണ് ഇവർ രണ്ടുപേരും, ഇനി നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ, ഇനി യുദ്ധം ചെയ്ത് മരിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് വിശന്നിട്ട് വയ്യ, നീ പോയിട്ട് കുറച്ച് ആഹാരം സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുമെന്ന് പറയും. അങ്ങനെ ആഹാരം സംഘടിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ ആൾ പോകും, രണ്ടാമത്തെ ആൾ ധനത്തിന് കാവലിരിക്കുകയാണ്. ആ കാവലിരിക്കുന്ന സമയത്ത് ഇവൻ്റെ മനസ്സൊരു കുബുദ്ധി വരികയാണ്, അവൻ എൻ്റെ ആരുമല്ല, എൻ്റെ ആളുകളെ മുഴുവൻ കൊന്നവനാണ്, തീർച്ചയായിട്ടും അവൻ ഫുഡും കൊണ്ട് വരട്ടെ, ഞാൻ അവനെ കൊന്നിട്ട് ആ ആഹാരം കഴിച്ച് ഈ ധനം കൊണ്ട് ഞാൻ പോയിരിക്കും, എനിക്ക് എൻ്റെ കൊള്ളസംഘത്തിലേക്ക് ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി എന്തായാലും ധനം ആവശ്യമാണ്. അങ്ങനെ വിചാരിച്ച് അവനൊരു മരത്തിൻ്റെ മറവിൽ മറിഞ്ഞു നിൽക്കും. ആഹാരം വാങ്ങിക്കാൻ പോയ ആൾ വിചാരിക്കുകയാണ്, എൻ്റെ ആൾക്കാരെയും കൊന്ന് ധനവും തട്ടിയെടുക്കാൻ വേണ്ടി വന്ന് ഇവനാണോ ഞാൻ ആഹാരം കൊണ്ടുകൊടുക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ വയറ് നിറച്ച ആഹാരം കഴിക്കട്ടെ, ബാക്കി ആഹാരത്തെ കുറച്ച് വിഷം കലർത്തി കൊടുത്ത് അവൻ്റെ പണി കഴിച്ച് ഞാൻ എന്തായാലും ധനം മുഴുവൻ ഞാൻ തട്ടിയെടുക്കും. അങ്ങനെ ചാക്ക് കണക്ക് രത്നങ്ങൾ ഇരിക്കുകയാണ്. ആ രത്നങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ ഒരു പുതിയ ആഹാരമായിട്ട് വരും. ഇയാൾ വരുന്ന സമയത്ത് മറഞ്ഞു നിന്ന് കാത്തു നിന്ന കൊള്ളക്കാരൻ അയാളെ കൊല്ലും. കൊന്ന ശേഷം ആഹാരം കഴിച്ച് ഇയാളും മരിച്ചു. ഇതെല്ലാം കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം രാത്രി അതേ സമയമായി ആനന്ദൻ വീട്ടിൽ പോയി 1000 സ്വർണ്ണ നാണയങ്ങളുമായിട്ട് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവൻ്റെ ഗുരുവിനെ അവിടെ കാണുന്നേ ഇല്ല. അവൻ കരഞ്ഞു വിളിച്ചു നോക്കും, ഗുരു ഗുരു എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ചുറ്റും ഡെഡ് ബോഡികൾ മാത്രം. അങ്ങനെ ഈ കുതിരക്കുളമ്പ് പോകുന്നതായിട്ടുള്ള വഴി നോക്കി അവൻ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് പ്രാണൻ ത്യജിച്ച് കിടക്കുകയാണ് അവരുടെ നാഥനും. അപ്പോൾ അവന് മനസ്സിലായി, തീർച്ചയായിട്ടും അങ്ങ് വേദർഭ മന്ത്രം ഉപയോഗിച്ചു അല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ട് പോയതാണ് അങ്ങയുടെ അടുത്ത് ഉപയോഗിക്കരുതെന്ന്, അങ്ങത് ഉപയോഗിച്ചല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ അനാവശ്യമായ സ്ഥലത്ത് തൻ്റെ അറിവിനെ പ്രകടിപ്പിക്കാൻ പോയതുകൊണ്ട് ആ ബ്രാഹ്മണന് തൻ്റെ ജീവിതം നഷ്ടമായിപ്പോയി. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യന്മാർക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധം ഇതുതന്നെയാണ്. നമ്മുടെ അറിവ് എവിടെയാണോ പ്രകടിപ്പിക്കേണ്ടത് അവിടെ പ്രകടിപ്പിക്കാവൂ. ഏത് സ്ഥലത്താണോ മൗനമായിട്ടിരിക്കേണ്ടത് അവിടെ മൗനമായിട്ടേ ഇരിക്കാറുള്ളൂ. ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിറകുടം തുളുമ്പാറില്ല എന്ന്. അതുപോലെ ജീവിതത്തിൽ അനാവശ്യമായ സ്ഥലത്ത് മിണ്ടാതിരിക്കും, വേണ്ടിടത്ത് പ്രവർത്തിക്കാനും സാധിക്കുന്നവനാണ് യഥാർത്ഥമായിരിക്കുന്ന ലീഡർ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ലീഡർ എന്ന് വെച്ചാൽ മേഘങ്ങളിൽ സ്വയം അവനവനെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിനും ഭൂമിയിൽ നടക്കുന്ന സമയത്ത് ചളി അവനവൻ്റെ മേലെ പറ്റാതിരിക്കുന്നതിനും ശ്രദ്ധിക്കുന്നവനാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിൻ്റെ പാതയിൽ പോകണമെങ്കിൽ, സ്വന്തം ജീവിതത്തെ വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എവിടെ മൗനമായിരിക്കുന്നോ അവിടെ മൗനമായിരിക്കാനും, എവിടെ കാഴ്ചക്കാരനാവണോ അവിടെ കാഴ്ചക്കാരനാവാനും, എവിടെ പ്രവർത്തിക്കണോ അവിടെ പ്രവർത്തിപ്പിക്കാനുമുള്ളതായിരിക്കുന്ന വിവേകം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് സ്വന്തം ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്തുകൊണ്ട്, സ്വന്തം കർമ്മത്തിന് മേലെ ആധിപത്യം കൊണ്ടുവന്നുകൊണ്ട് അവനവൻ്റെ രാജാവായി
നമുക്ക് സ്വന്തം ജീവിതത്തിനെ നല്ലൊരു ലീഡറാക്കിക്കൊണ്ട് ജീവിതത്തെ ശ്രേഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടതായിരിക്കുന്ന ട്രെയിനിങ് അത് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വൈകാരികമായി ഭാവം പൂണ്ട് നമ്മുടെ അറിവിനെ പ്രകടിപ്പിക്കാൻ പോയാൽ അത് നമുക്ക് നാശമുണ്ടാക്കും. അതുകൊണ്ട് അവനവനെ നിയന്ത്രിക്കാൻ ആത്മസംയമനം അത് ഏറ്റവും വലിയ കലയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് നേടിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്കത് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.